ഒരാൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ കാരണം അത് നമുക്ക് മനസ്സിലായി എന്നും അത് നമ്മൾ അംഗീകരിക്കുന്നുവെന്നും അയാളെ മനസ്സിലാക്കിപ്പിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളുടെ തീരുമാനത്തിലും അയാൾ പറയുന്ന കാരണത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലും ഒക്കെ ന്യായമുണ്ട് എന്ന് നമുക്ക് ബോധ്യമായി എന്നും അത് നമ്മൾ അംഗീകരിക്കുന്നു എന്നും പറയാനാണ് ഫെയർ എനഫ് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു കൂട്ടുകാരനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവൻ മറുപടി പറയുന്നു, സോറി ഐ കാൺ കം ബിക്കോസ് ഐ ആം വർക്കിംഗ് ലേറ്റ്. ജോലിപരമായ തിരക്കുകൾ ഉള്ളതുകൊണ്ട് താൻ വൈകുമെന്നും അതുകൊണ്ട് വരാൻ കഴിയില്ല എന്നുമാണ് കൂട്ടുകാരൻ ഉദ്ദേശിച്ചത്. അവൻ പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടെങ്കിലും അവൻ പറഞ്ഞ കാരണം ന്യായമാണ് അല്ലെങ്കിൽ ജെനുവിനാണ് എന്ന് നമുക്ക് മനസ്സിലായി എന്നും അത് അംഗീകരിക്കുന്നുവെന്നും അവനോട് പറയണം. അതിന് നമുക്ക് ഫെയർ എനഫ് ഉപയോഗിക്കാം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഐ വിൽ വാഷ് ദ ഡിഷസ് ടുഡേ ആൻഡ് യു ക്യാൻ വാഷ് ദം ടുമോറോ. ഇന്ന് പാത്രങ്ങൾ ഞാൻ കഴുകാം, നാളെ നിനക്ക് ചെയ്യാം. ഫെയർ എനഫ്. ഈ പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി മറ്റൊരു തരത്തിലും ഫെയർ എനഫ് ഉപയോഗിക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു പരിധി വരെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ എന്ന് പറയാൻ ഫെയർ എനഫ് ഉപയോഗിക്കാറുണ്ട്. ആരെങ്കിലും പറഞ്ഞൊരു കാരണമോ എടുത്തൊരു തീരുമാനമോ ചെയ്തൊരു പ്രവൃത്തിയോ ഒരു പരിധി വരെ ന്യായമാണ് അല്ലെങ്കിൽ റീസണബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം അത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നും അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്നും കൂടി ചേർക്കാനായിട്ട് ഫെയർ എനഫ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ അവന് കൂടുതൽ സമയം വേണം എന്ന് പറയണമെന്ന് വയ്ക്കുക. ഹീ നീഡ്സ് മോർ ടൈം എന്ന് നമ്മൾ പറയും. അത് അംഗീകരിക്കുന്നു, പക്ഷെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്കാവില്ല എന്ന് മറുപടി പറയണം. അതിന് ഫെയർ എനഫ് ബട്ട് വി കാൺ വെയിറ്റ് ടു മച്ച് ലോങ്ങർ എന്ന് പറഞ്ഞാൽ മതി. ഇഫ് യു വോണ്ട് ടു വേസ്റ്റ് യുവർ ടൈം, ഫെയർ എനഫ് ബട്ട് ഡോണ്ട് വേസ്റ്റ് മൈൻ ടു. നിന്റെ സമയം പാഴാക്കാനാണെങ്കിൽ ആയിക്കൂ, എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ എൻ്റെ കൂടി പാഴാക്കരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കറിയാവുന്ന ഒരാൾക്ക് ഒരു മോശം കാര്യം സംഭവിച്ചു. അത് അയാൾ അർഹിച്ചിരുന്നതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അക്കാര്യം പറയാനാണ് ഹാഡ് ഇറ്റ് കമ്മിങ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. ഐ ആം നോട്ട് സോറി ടു ഹിയർ ദാറ്റ് ഹീ ലോസ്റ്റ് ഹിസ് ജോബ്. ഹീ ഹാഡ് ഇറ്റ് കമ്മിങ്. ഇവിടെ ഹീ ഹാഡ് ഇറ്റ് കമ്മിങ് ടു ഹിം എന്നതാണ് പൂർണ്ണരൂപം. പക്ഷേ പൊതുവെ ഹാഡ് ഇറ്റ് കമ്മിങ് എന്നതിനൊപ്പം നമ്മളങ്ങനെ ചേർക്കാറില്ല. അങ്ങനെ ചേർക്കാത്തതുകൊണ്ട് അർത്ഥവ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ആരുടെയെങ്കിലും പ്രത്യേക സാഹചര്യം പരിഗണിച്ച് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി രീതികളിലും പെരുമാറ്റത്തിലും നടപടികളിലുമൊക്കെ അല്പം അയവ് വരുത്താൻ ആരോടെങ്കിലും പറയാനാണ് കട്ട് സമ്മൺ സം സ്ലാക്ക് അല്ലെങ്കിൽ ഗീവ് സമ്മൺ സം സ്ലാക്ക് ഉപയോഗിക്കുന്നത്. സംഗതി അമേരിക്കൻ ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണ്. ഗീവ് സമ്മൺ എ ബ്രേക്ക് എന്ന ശൈലിക്ക് സമാനമാണിത്. ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ഓഫീസിൽ ലേറ്റായി വരുന്നവരെ മേലധികാരി എന്നും ശാസിക്കാറുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഒരു ദിവസം ഒരാൾ താമസിച്ചു വന്നപ്പോൾ മേലധികാരി പറഞ്ഞു, ഹീ ഈസ് ലേറ്റ് അഗെയിൻ. അപ്പോൾ അയാളുടെ സാഹചര്യം അറിയാവുന്ന നിങ്ങൾക്ക് പറയാം, കട്ട് ഹിം സം സ്ലാക്ക്, ഹിസ് വൈഫ് ജസ്റ്റ് ഹാഡ് എ ബേബി. അവൻ്റെ കാര്യത്തിൽ അല്പം ഇളവ് നൽകണം, കാരണം അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന സമയമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു ഉദാഹരണം. ബിക്കോസ് ഇറ്റ് വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ക്ലാസ്, ദ ടീച്ചേഴ്സ് കട്ട് സം സ്ലാക്ക്. അവസാനത്തെ ക്ലാസ് ആയിരുന്നതുകൊണ്ട് അധ്യാപകർ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി. പുതുതായി ജോലിക്ക് ചേർന്ന ഒരാളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഐ നോ ഹീ ഈസ് നോട്ട് അപ് ടു ദ മാർക്ക് റൈറ്റ് നൗ, ബട്ട് ലെറ്റ്സ് കട്ട് ഹിം സം സ്ലാക്ക്. ഹീ ഈസ് ന്യൂ ഹിയർ ആൻഡ് നീഡ്സ് ടൈം ടു അഡ്ജസ്റ്റ്. എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന അർത്ഥത്തിലും കട്ട് സമ്മൺ സം സ്ലാക്ക് ഉപയോഗിക്കാം. ഉദാഹരണം, ഓ പ്ലീസ് കട്ട് മീ സം സ്ലാക്ക്, വിൽ യു?